والمرسلين وعلى الآل والصحابة كلهم أجمعين. صحة عقد البيع والإجارة في المذاهب الأربعة. നാല് മദ്ഹബുകളിൽ കച്ചവടം, അതുപോലെ ഇജാറത്ത്, വാടക ഇടപാടുകൾ, കൂലി തൊഴിലുകൾ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് ബൈഅിന്റെ വിശദാംശങ്ങൾ. അൽ ബൈഉ അഖദു യതളമ്മന മുഖാബലത മാലിൻ ബിമാലിൻ ബിശർത്തിഹിൽ ആതി. കച്ചവടം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മാലിനെ മാലുമായിട്ട് കൈമാറ്റം ചെയ്യുന്ന ഒരു ഇടപാടാണ് കച്ചവടം. അതിന്റെ നിബന്ധനകൾ ആദ്യമായിട്ട് ശാഫിഈ മദ്ഹബിലെ നിബന്ധനകൾ നോക്കാം. അതിന് ശേഷം മറ്റുള്ള മദ്ഹബുകളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. കച്ചവടത്തിന്റെ നിബന്ധനകൾ 6 ഷർത്തുകൾ അല്ലെങ്കിൽ 3 ജോഡിയായിട്ടാണ്. ആദ്യം അൽ ഈജാബു വൽ ഖബൂൽ, അൽ മുതഅഖിദാൻ, അൽ മബീഉ വസ്സമൻ. ഈജാബ് ഖബൂൽ വേണം, അതുപോലെ മുതഅഖിദാൻ ബായിഉൽ മുശ്തരി, അൽ മബീഉ വസ്സമൻ എന്താണോ വിൽക്കുന്നത് ആ വിൽക്കപ്പെടുന്ന വസ്തുവിന്റെ വില. ഈ 6 കാര്യങ്ങൾ ശാഫിഈ മദ്ഹബിൽ നിബന്ധനയാണ്. ബശർത്തുൽ ഈജാബ് വൽ ഖബൂൽ 241. വയൻഅഖദു ബിൽ കിനായത്തി അയ്ദൻ ഐ മഅൻ നിയ്യത്തിൽ മുഖ്തരിന 246 കാണാം. അഥവാ ഈജാബ് ഖബൂൽ സ്വരീഹായ ലഫ്ദ്, ബിഅ്തു ഖബിൽതു, ഞാൻ വിറ്റു, ഞാൻ സ്വീകരിച്ചു എന്ന സ്വരീഹായ ലഫ്ദ് തന്നെ വേണമെന്നില്ല, കിനായത്തായാലും മതി, പക്ഷെ നിയ്യത്ത് വേണം. അപ്പോ ഈജാബ് ഖബൂൽ ലഫ്മായിട്ട് തന്നെ വേണം, അത് സ്വരീഹായിട്ടോ കിനായത്തായിട്ടോ ആവാം. വൽ കിതാബത്തു അയ്ദൻ കിനായത്തുൻ, ഈജാബ് ലഫ്ദിന്റെ സ്ഥാനത്ത് തന്നെയാണ് കിതാബത്ത്, എഴുതി അയക്കുകയാണെങ്കിൽ അതും കിനായത്തിന്റെ സ്ഥാനത്താണ്. നിയ്യത്തോടു കൂടെ എഴുതി അയക്കുകയാണെങ്കിൽ അതും മതിയാവുന്നതാണ്. അതിന്റെ തുടർന്ന് ഷർവാനി കാണാം. പഴയ കാലത്ത് കമ്പി അടിക്കുക എന്നൊക്കെ പറയുക. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ വാട്സപ്പ് അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള ഇടപാടുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അഥവാ ഈജാബ് ഖബൂലിന്റെ സ്ഥാനത്ത് കിനായത്തായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്തെ മെസ്സേജുകൾ, കത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ. ഈ 2 ലഫ്ദുകൾ തമ്മിൽ ഖലൽ ഉണ്ടാകാൻ പാടില്ല, ദീർഘമായിട്ടുള്ള ഇടവേള ഉണ്ടാകാൻ പാടില്ല. ഈജാബിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം ഖബൂൽ. ഞാൻ ഈ പേന 10 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 5 രൂപക്ക് വാങ്ങി എന്ന് പറഞ്ഞാല് കാണത്തില്ല, ആ മുവാഫഖത്തില്ല. വാക്കാൽ പറയുന്ന പോലെ തന്നെയാണ് അഹ്റസായ സംസാരശേഷി ഇല്ലാത്ത ആളുകൾ ഇശാറത്തിലൂടെ സൂചിപ്പിക്കുന്നതും ഈ ഈജാബ് ഖബൂലിന്റെ സ്വരീഹിന്റെ സ്ഥാനത്താണ്. ഇത്രയും വിഷയങ്ങളിലെ ഹനഫി മദ്ഹബിലുള്ള ഭിന്നതകൾ നോക്കാം. ആദ്യമായിട്ട് ഈജാബ് ഖബൂലിന്റെ വിഷയത്തിൽ ഈജാബ് ഖബൂൽ എന്ന് പറയുന്നത് ഈ ബൈഅ് സംഭവിക്കും വാക്കാൽ ഉണ്ടാവാം അല്ലെങ്കിൽ പ്രവൃത്തിയാൽ ഉണ്ടാവാം. വാക്കാലുള്ള ബൈഅ് എന്ന് പറയുന്നത് ഈജാബും ഖബൂലും തന്നെയാണ്. നമ്മൾ പറയുന്ന കൈമാറ്റ ക്രിയകൾ, നമ്മള് കടയിൽ പോയിട്ട് സാധനം വാങ്ങുക, കാശ് കൊടുക്കുക, വാക്കൊന്നും പറയാതെയുള്ള ഇടപാടുകൾ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ വ്യക്തമായിട്ട് ഈജാബും ഖബൂലും പറയാത്ത അവസ്ഥ, അതൊക്കെ മുആഖാത്തിൽ പെടുത്താം. ആ മുആഖാത്ത് മതി എന്നാണ് ഹനഫി മദ്ഹബിലെ മുഴക്കുന്നത്. അത് ഈ ഉയർന്ന വിലയുള്ള സാധനങ്ങളായാലും, പൊന്നോ വാഹനോ അല്ലെങ്കിൽ വീടോ വാങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നഫീസായ വസ്തുക്കളാണെങ്കിൽ, ഹസീസായ വസ്തുക്കളാവട്ടെ നഫീസായ വസ്തുക്കളാവട്ടെ, എല്ലാ ഇടപാടുകളിലും മുആഖാത്ത് മതി എന്നാണ് ഹനഫി മദ്ഹബ്. ശാഫിഈ മദ്ഹബ് ആണെങ്കിൽ ഏത് ഇടപാടാണെങ്കിലും, ഒരു പേന വാങ്ങുകയാണെങ്കിൽ പോലും മുഅ്തമദായ അഭിപ്രായം അനുസരിച്ച് എന്ത് വേണം? ഈജാബും ഖബൂലും ലഫ്ളാൻ തന്നെ വേണം. നമ്മുടെ മദ്ഹബിൽ തന്നെ തുഫഖ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം
എന്നാണ് ചെറിയ ഇടപാടുകളിലൊക്കെ. അതുപോലെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖ്താർ എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നതും മുഅത്താത്ത് മതി എന്നാണ്. എന്നാൽ മുഅത്തമദ് മുഅത്താത്ത് പോലെ എന്നാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ എല്ലാ ഇടപാടുകളിലും മുഅത്താത്ത് മതിയാവും. ദുഹുൽ മുഖ്താർ ശർഹ് തൻവീൽ അൽ-അബ്സാരി വ ജാമിഉൽ ലിഹാബ്. ദുഹുൽ മുഖ്താർ എന്ന കിതാബ് മുഹമ്മദ് ബിൻ അലി ബിൻ മുഹമ്മദ് അൽ-ഹസ്ബക്കി ഇമാമിന്റെ കിതാബാണ്. അതിൽ 395 394 പേജുകളിൽ ഈ വിഷയം കാണാം. അതിന്റെ PDF ഇൻഷാല്ലാ ഗ്രൂപ്പിലേക്ക് വിടാം. ബൽ മദ്ഹബുൽ മാലിക്കി ഈജാബ് ഖബൂലിന്റെ വിഷയത്തിൽ മാലിക്കി മദ്ഹബ് എന്താണ്? യൻഅഖദുൽ ബൈഉ ബിമാ യദുല്ലു അല ദിവാ. ബായിയുടെ മുസ്തരിയുടെ തൃപ്തിയുടെ മേൽ അറിയിക്കുന്ന ഏത് കാര്യങ്ങളെ കൊണ്ടും കടപാട് സാധുവാകും. യഅനി അന്നഹു ലാ യുശ്തറതു ഫിൽ ബൈഇൽ ഈജാബ് വൽ ഖബൂൽ. അഥവാ ബൈഇൽ ഈജാബ് ഖബൂൽ വാക്കാൽ നിർബന്ധമില്ല. ബൽ യൻഅഖദു ബിദാലിക വ ബിമാ ശറഅഹു ഫിൽ ദലാല അല ദിവാ കഫിൽ മുഅത്താത്തി. വാക്കാലും സാധിക്കും, വാക്കിനോട് യോജിക്കുന്ന വാക്കിനോട് തത്തുല്യമാകുന്ന രീതിയിൽ ദലാലത്തുള്ള ഏത് ഫീല് കൊണ്ടും മുഅത്താത്ത് പോലത്തെ ഫീലുകളെ കൊണ്ടും കച്ചവടം സാധ്യമാണ്. വൽ ഖൗലി അബിൽ ഫിഇലി ദാലനി അലാ ദാലിക. ഇതിന്റെ മേലെ അറിയിക്കുന്ന ഇജാബ് ഖബൂലിന്റെ മേലെ അറിയിക്കുന്ന ഏത് ഫീലും ഏത് വാക്കായാലും പരസ്പര തൃപ്തിയുണ്ട് എന്ന് അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും കച്ചവടം നടക്കുന്നതാണ്. അപ്പൊ ഹനഫി മദ്ഹബായാലും മാലിക്കി മദ്ഹബായാലും മുഅത്താത്ത് നിരുപാധികം മതിയാകും എന്നാണ് മനസ്സിലാകുന്നത്. കിതാബ് അദ്ദുറർ ഫി ശർഹി മുഖ്തസർ ഖലീൽ ശർഹ് സഗീർ എന്ന മഷ്ഹൂറായ കിതാബാണ്. ഇതിൽ ഇമാം ബഹ്റാമുദ്ദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. 1301 പേജ് PDF ആണ്. ബൽ മദ്ഹബുൽ ഹംബലി ഹംബലി മദ്ഹബിൽ കാണാം അർക്കാനുഹു അർബഅത്തുൻ. കച്ചവടത്തിന്റെ റുക്നുകൾ 4. മുതഅഖിദാനി മഅഖൂദ് അലൈഹി സിയബ. ഇവിടെ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം മുതഅഖിദാനി 2ആയി, മഅഖൂദ് അലൈഹി മബിയുണ്ട്, സമനുണ്ട്, സിയബുണ്ട്, ഇജാബുണ്ട്, ഖബൂലുണ്ട്. എന്നിട്ട് പറയാണ് സീവത്തിനോട് അകപ്പെട്ട് പറയാണ് സീവത്തുൻ ഔ മുഅത്താത്ത്. ഒന്നുകിൽ സീവ ഇജാബ് ഖബൂൽ, അതല്ലെങ്കിൽ മുഅത്താത്ത്. അപ്പൊ ഹംബലി മദ്ഹബിൽ മുഅത്താത്ത് മതി. പക്ഷേ വഅന്നമാ ബതല മിമ്മാ മർവ മിൻ അദമി മുവാഫഖത്തിൽ ലഫ്ളൈനി അബി തറാഖിൽ മുഅൽ-മുദിർ യസിഹു ഇദാ ഖബില ലിവുജൂദിൽ മുഅത്താത്തി. ഇദൻ പറയുന്നത് ഒരു ഉദാഹരണത്തിന് ലഫ്ളിൽ മുവാഫഖത്ത് ഇല്ലാത്ത അവസ്ഥ. ഞാൻ പറയാണ് ഈ പേന 10 രൂപക്ക് വിറ്റു. അപ്പൊ മറ്റൊരാൾ പറയാണ് ഞാൻ 5 രൂപക്ക് വാങ്ങും. അവിടെ മുവാഫഖത്ത് ഉണ്ടായിട്ടില്ല, നമ്മളതനുസരിച്ച് ശരിയാവില്ല. അതിന് ശേഷം ഞാൻ ആ പേന കൊടുത്തു, 5 രൂപ കൊണ്ട് വാങ്ങി, അല്ലെങ്കിൽ ആ പേന കൊടുത്തിട്ട് 10 രൂപ കൊണ്ട് വാങ്ങി. അതോടുകൂടെ അവിടെ മുഅത്താത്ത് ഉണ്ടായി. അപ്പോ ലഫ്ളിൽ ശരിയാവാത്ത കോലങ്ങളിൽ പിന്നീട് മുഅത്താത്ത് നടന്നാൽ, ഖബദിന്റെ ഇടയിലൂടെ മുഅത്താത്ത് നടന്നാൽ അത് കച്ചവടമായിട്ട് പരിഗണിക്കും. ആ ഖബദ് മുഅത്താത്തായിട്ട് പരിഗണിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് ഏകദേശം പറയാണ് ഈ മേൽ പറഞ്ഞ മുഅത്താത്ത് മതി എന്ന മസ്അല അത് ചെറിയ ചെറിയ വിഷയങ്ങളിലേക്കാണ്. അപ്പൊ വലിയ ഗൗരവമേറിയ ഇടപാടുകളാണെങ്കിൽ, വീട്, ഭൂമി, വാഹനം പോലത്തെ വലിയ ഇടപാടുകളാണെങ്കിൽ അവിടെ മുഅത്താത്ത് പോരാ. പിന്നെ യസീറായ ഹസീസായ കാര്യങ്ങളിലെ മുഅത്താത്ത് മതിയാവുകയുള്ളൂ എന്നാണ് ഹംബലി മദ്ഹബിന്റെ ലോകം. ഗായത്തുൽ മുന്തഹ ഫീ ജംഇൽ ഇഖ്നാഇ വൽ മുന്തഹ ലിൽ ഇമാം അഷ്ശൈഖ് മഖി ബിൻ യൂസഫ് അൽ-കർമി അൽ-ഹംബലി. അപ്പൊ ഈ വിഷയങ്ങൾ ഈജാബ് ഖബൂൽ എന്ന ഒന്നാമത്തെ ആ ജോഡി ഷർത്തിന്റെ ഒരു വൽഹാസിൽ പറയാം. കച്ചവടത്തിൽ ഈജാബ് ഖബൂൽ നിർബന്ധമാണ് ശാഫിഈ മദ്ഹബിൽ. എന്നാൽ ഹംബലി മദ്ഹബിൽ വലിയ ഇടപാടുകളിൽ പദങ്ങൾ വേണം, ചെറിയ ഇടപാടുകളിൽ മുഅത്താത്ത് മതി. മാലിക്കി, ഹനഫി എന്നീ മദ്ഹബുകളിൽ ഏത് ഇടപാടുകൾക്കും, ചെറിയതാവട്ടെ വലുതാവട്ടെ ഏത് ഇടപാടുകൾക്കും കേവല കൈമാറ്റങ്ങൾ മുഅത്താത്ത് മതിയാകുന്നതാണ്. ഇനി രണ്ടാമത്തെ നിബന്ധനയാണ് കച്ചവടത്തിന്റെ മുസ്തരി രണ്ട് വ്യക്തികളുമാണ്. അപ്പൊ ആഖിദാനിയുമായി ബന്ധപ്പെട്ടാൽ മദ്ഹബ് ശാഫിഈ ഒരുപാട് ശർത്തുകൾ പറയുന്നുണ്ട്. ഒന്ന് ഇബ്സാർ, കാഴ്ച ഉള്ളവരായിരിക്കണം. സാധാരണ കച്ചവടങ്ങളിലെല്ലാം കാഴ്ച വേണം. കാഴ്ച വേണ്ടാത്ത കച്ചവടങ്ങളുണ്ട്, അത് ശേഷം പറയാം. ഒന്ന് കാഴ്ച ശേഷി വേണം ബായിനും മുസ്തരിക്കും. രണ്ടാമതായിട്ട് റുഷ്ദ് വേണം, തന്റെ ഇടം വേണം. ആ റുഷ്ദിന്റെ കീഴിൽ തക്ലീഫ് വേണം, ബുലൂഗെത്തണം. അതുപോലെ തന്റെ ദീനും ദുനിയാവും നോക്കി നടത്താനുള്ള ഒരു പക്വത വേണം.
അതുപോലെ അദമൽ ഇക്റാം, തൃപ്തിയോടുകൂടെ ആയിരിക്കണം. ഹക്കില്ലാത്ത നിലയ്ക്ക് ഒരാൾ നിർബന്ധിച്ച് കച്ചവടം ചെയ്യിപ്പിച്ചാൽ അത് ശരിയാവില്ല. അദമൽ കുഫ്രി ഫിൽ മുസ്ഹഖി വൽ മുസ്ലിം, മുസ്ലിമായ അടിമയെ അല്ലെങ്കിൽ മുസ്ഹഫൊക്കെ വിൽക്കുകയാണെങ്കിൽ ആ മുസ്ലിം ആരായിരിക്കണം? ഒരു മുസ്ലിമായ ആളായിരിക്കണം. കാഫിറിന് മുസ്ഹഫോ അല്ലെങ്കിൽ മുസ്ലിമായ അടിമയെ വിൽക്കാൻ പാടില്ല. അപ്പൊ അദമൽ ഹഖിയ്യത്തി സ്ഥിര, അങ്ങനെ ഒരുപാട് ഷർത്തുകൾ വേറെ പറയുന്നുണ്ട്. ഇബാറത്താണ് 252 പേജാണ് യാനി അദമുൽ ഹാജിരി. ആ മുസ്ലിമിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട് അദമുൽ ഹാജിരി അലൈഹി, അയാൾ മഹ്ജൂർ അലൈഹി ആവാൻ പാടില്ല. മഹ്ജൂർ അലൈഹി ഫൽസല്ല, മഹ്ജൂർ അലൈഹി സഫഹ്, അത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള സഫീഹ ആവാൻ പാടില്ല. സഫീഹായിട്ട് മഹ്ജൂർ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ദൂർത്തുകൊണ്ട് മഹ്ജൂറായ ആളാവാൻ പാടില്ല എന്നൊക്കെ നിബന്ധനയായിട്ട്. പിന്നെ തന്റെ വീഴ്ച കൊണ്ട് കള്ള് കുടിച്ച അല്ലെങ്കിൽ ലഹരി സ്വയം കുടിച്ചവന്റെ കച്ചവടം അത് സ്വഹീഹാകും. എന്നാൽ അവൻ കുറ്റക്കാരനല്ലാത്ത നിലയ്ക്ക് ബുദ്ധിനീയവനാണെങ്കിൽ അയാളുടെ ഇടപാട് ശരിയാവില്ല. സാധാരണ മഹ്ജൂർ സ്ഥാനത്താണ്. അപ്പൊ സ്വന്തം നിലക്ക് കള്ളു കുടിച്ചവനാണെങ്കിൽ അവന്റെ കച്ചവടം ശരിയാവും. സ്വന്തം നിലക്കല്ല കുടിച്ചത്, ചായക്ക് വേണ്ടി കുടിച്ചതാണെങ്കിൽ അവിടെ ശരിയാവില്ല. മറ്റുള്ള പല വിഷയങ്ങളിലുള്ള പോലെ തന്നെ അൽ മദ്ഹബുൽ ഹനഫി, ഈ വിഷയങ്ങളിലുള്ള ഹനഫി മദ്ഹബ് വശർത്തുഹു അൽ ഖൗലി അഹ്ലിയത്തുൽ മുതഅഖിലൈനി. ഖൗല് പറയണമെങ്കിൽ ഈജാബ് ഖബൂൽ പോലെ തന്നെയാണ് ഫിഖിലും ഹനഫി മദ്ഹബിൽ. അതിന്റെ നിബന്ധനയായിട്ട് ആദ്യം എണ്ണുന്നത് അഹ്ലിയത്തുൽ മുതഅഖിലൈനിക്ക് അതിനുള്ള യോഗ്യത വേണം. അത് മുഖ്താർ പറയുന്നുണ്ട്. അതിന്റെ ഷറഹ് റബ്ദുൽ മുഖ്താർ പറയാണ് അഹ്ലിയത്തുൽ മുതഅഖിലൈനി എന്ന് വെച്ചാൽ എന്താ? ഐ ബി കൗനിഹിമാ ആഖിലൈനി വലാ യുസ്തറത്തുൽ ബുലൂഗ്, രണ്ടാളും ബുദ്ധിയുള്ളവരായിരിക്കണം, പക്ഷെ അവർക്ക് ബുലൂഗ് എത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഷാഫി മദ്ഹബിൽ മുതഅഖിലൈനി പ്രായപൂർത്തിയായ ആളുകളെ പറ്റുള്ളൂ. 15-14 വയസ്സായിട്ട് കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഹനഫി മദ്ഹബിൽ ബുലൂഗ് നിബന്ധന വെക്കുന്നില്ല, പ്രായപൂർത്തിയാവണമെന്നില്ല, തമീസ് എത്തിയാൽ മതി. വലാ യുസ്തറത്തുൽ ബുലൂഗ് ബൽ ഹുർരിയ്യതു ഫലാ യൻഅഖദു ബൈഉ മജ്നൂനിൻ വസബിയ്യിൻ ലാ യഅഖലു. ലാ യഅഖലു എന്ന് പറഞ്ഞാൽ മുതമയ്യിസ് അല്ലാത്ത, തമീസ് ഇല്ലാത്ത കുട്ടിയുടെയും അതുപോലെ ഭ്രാന്തന്റെയും കച്ചവടത്തിന് സിഹത്തില്ല. വലാ യുസ്തറത്തു ഫീഹിൽ ബുലൂഗ്, ആ കുട്ടിയിൽ ബുലൂഗ് എത്തണമെന്ന നിബന്ധനയില്ല. വൽ ഹുർരിയ്യതു വൽ ഇസ്ലാമു വൽ നുത്ഖു വസ്സഹബു, ഒരു പൂർണ്ണമായ ബോധം പോലും വേണമെന്നില്ല. ചെറിയൊരു ഭാഗികമായിട്ടുള്ള നൗമിലോ അല്ലെങ്കിൽ ചെറിയ സെക്കൻഡിന്റെ തുടക്കത്തിലേക്കുള്ള ആളാണെങ്കിൽ അവരുടെ കച്ചവടവും ശരിയാവുന്നതാണ്. റബ്ബുൽ മുഖ്താർ ഹാഷിയത്തു ദുറുൽ മുഖ്താർ ലിബ്നിൽ അഅദി. അൽ മദ്ഹബുൽ മാലിക്കി മദ്ഹബ് വശർതു ആഖിലിഹി തമീസ്. മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും പോലെ തന്നെ തമീസ് നിബന്ധനയാണ്, ബുലൂഗ് എത്തണം നിബന്ധനയല്ല. ഫലാ യസിഖു മിൻ ഗൈരി മുമയ്യിസ്, വളരെ ചെറിയ കുട്ടികളിൽ നിന്ന് സ്വഹിയാവില്ല. കസ്വബിഹി വൽ മജ്നൂനി വൽ മുഗ്മാ അലൈഹി എന്നാണ് പറഞ്ഞത്. ഇല്ലാ അൻ യകൂന സക്രാനൻ ഫഫീഹി തറദ്ദുദ്, സക്രാന്റെ വിഷയത്തിൽ തറദ്ദുദുണ്ട്. പിന്നെ മാലിക്കി മദ്ഹബിലെ തഫ്സീൽ കൂടെ വരുന്നത് കുട്ടികളാണെങ്കിൽ, പ്രായപൂർത്തിയല്ലാത്ത കുട്ടിയാണെങ്കിൽ അവിടെ സ്വഹീഹാണ്, ഇടപാട് സ്വഹീഹാണ്, പക്ഷെ അതിന്റെ ലുസൂം ആവുകയും വേണം. ലുസൂം എന്ന് പറഞ്ഞാല് ഒരു 8-10 വയസ്സുള്ള കുട്ടി പോയിട്ട് ഇടപാട് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വലിയ അവകാശമുണ്ട്. ആ കച്ചവടം നടപ്പാക്കാനോ ക്യാൻസലാക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ആ കച്ചവടത്തിന്റെ ലുസൂം. ആ ലുസൂമിന്റെ ഷർത്ത് ലുസൂമിഹി എന്നാണ്. ആ കുട്ടിയുടെ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ പൊതുവെ കച്ചവടത്തിന്റെ ലുസൂമിന്റെ നിബന്ധനയാണ് തക്ലീഫ്. ഐ ഷർത്ത് ലുസൂമിൽ ബൈഇ അൻ യസ്തുറ മിൻ മുകല്ലഫ്, മുകല്ലഫായ ആളിൽ നിന്ന് നടന്നാലേ കച്ചവടത്തിന് ലുസൂമുള്ളൂ. ഈ കുട്ടിയിൽ നിന്നോ ഭ്രാന്തനിൽ നിന്നോ നടന്നതെങ്കിൽ വലിയുടെ റിവ അല്ലെങ്കിൽ വലിയുടെ റദ്ദിന്റെ മേലത് ആ കച്ചവടം നോക്കുമ്പോഴാണ്. വലിയ ഓക്കെ പറഞ്ഞാലേ ആ കച്ചവടം മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അത് ക്യാൻസലായി. കുട്ടിയെ പോലെ തന്നെയാണല്ലോ സഫീഹ്.
പക്ഷേ വലൈസ കദാലിക ഫഇന്ന തസറഫഹു ഗൈറു ലാസിം വകദ കുല്ലു മഹ്ജൂരിൻ അലൈഹി. അപ്പോൾ എല്ലാ മഹ്ജൂർ അലൈഹിയായ ആളുടെ കച്ചവടവും എന്താണ്? മാലിക് മദ്ഹബിൽ മഹ്ജൂർ അലൈഹിയായ ആളുടെ കച്ചവടവും കുട്ടിയുടെ കച്ചവടം പോലെ തന്നെ ഗൈറു ലാസിമാണ്. അപ്പോൾ ആ വ്യക്തിയുടെ വലിയ അവകാശമുണ്ട് കച്ചവടം നടപ്പാക്കണോ എന്നുള്ളത് തീരുമാനിക്കാം. അൽ മദ്ഹബുൽ ഹംബലി, ഹംബലി മദ്ഹബിന്റെ വൽഹാസിലോട്ടാണ് കച്ചവടത്തിൽ റിള വേണം, ഇക്റാഹ്, അതിലൊന്നും ആർക്കും ഖിലാഫില്ല. ഇല്ലാമിൻ മുക്റഹിൻ ബി ഹഖ്, ഹഖോട് കൂടെയുള്ള ഇക്റാഹ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അവിടെ റിളയുടെ നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഒരാൾ പണയം വെച്ചു, ആ പണയം വെക്കപ്പെട്ട വസ്തു കടം വീട്ടുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് ഹാക്കിമോ മറ്റോ ഇടപെട്ടിട്ട് അത് വീട്ടേണ്ടി വരും, അത് വിൽപ്പന നടത്തേണ്ടി വരും. അത് ഹക്കോട് കൂടെയുള്ള ഇക്റാഹാണ്. അതുപോലെ റുസ്തും ഷർത്താണ്. ആ റുസ്ത് എന്ന് പറയുമ്പോൾ ബുലൂഗും പ്രായപൂർത്തിയും എല്ലാവരും വിട്ടു. ഇല്ലാ ഫി യസീർ, യസീറായ വസ്തുക്കളിൽ റുസ്ത് വേണ്ട. വഇദാ അദിന ലിമുമയ്യിസിൻ വസഫീഹിൻ വലിയുൻ വായത്തുൽ മുന്തഹ. വഇദാ അദിന ലിമുമയ്യിസിൻ വസഫീഹിൻ വലിയുൻ എന്നത് അർത്ഥത്തിൽ ഇല്ലാ ഫി യസീറിലേക്കാണ്, ഫി യസീറിലേക്കാണ്. അപ്പോ ഹംബലി മദ്ഹബ് അനുസരിച്ച് റഷീദ് അല്ലാത്ത ആളുകൾ അഥവാ മഹ്ജൂറോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആളുകൾ, കുരുമത്താത്ത കുട്ടികളായിട്ടുള്ള ആളുകൾ, റഷീദ് അല്ലാത്ത ആളുകൾ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അത് ചെറിയ ഇടപാടുകളാണെങ്കിൽ ആ കച്ചവടം സ്വഹീഹാണ്. വലിയ ഇടപാടാണെങ്കിൽ സ്വഹീഹല്ല. പക്ഷെ വലിയ ഇടപാടുകൾക്ക് തന്റെ വലിയ സമ്മതം കൊടുത്താൽ സ്വഹീഹാവുകയും ചെയ്യും. അഥവാ ചെറിയ ഇടപാടുകളാണെങ്കിൽ കുട്ടികൾക്കും ഇടപാട് നടത്താം, കുട്ടികൾക്ക് വലിയ സമ്മതത്തോടു കൂടെ വലിയ ഇടപാടുകളും നടത്താം. അവിടെ മാലിക് മദ്ഹബും ഹംബലി മദ്ഹബും തമ്മിലുള്ള വ്യത്യാസം, മാലിക് മദ്ഹബാകുമ്പോൾ ഹനഫി മദ്ഹബിൽ നിരുപാധികം ചെറിയ കുട്ടികൾക്ക് ഇടപാട് നടത്താൻ പറ്റും. മാലിക് മദ്ഹബിൽ ചെറിയ കുട്ടികളുടെ ഇടപാടിന് ശേഷം വലിയ ഒരു ഇജാസത്ത് വേണം. എന്നാൽ ഹംബലി മദ്ഹബ് ആവുന്ന സമയത്ത് വലിയ മുൻകൂറുള്ള സമ്മതത്തോടു കൂടെ വലിയ ഇടപാടുകൾ നടത്താം, സമ്മതമില്ലാതെ ചെറിയ ഇടപാടുകൾ നടത്താം. അവിടെ പിന്നെ വലിയ അത് ക്യാൻസലാക്കാനുള്ള അവകാശമുണ്ട്. വായത്തിൽ 497 മുസ്ഹഫ് വിൽക്കാൻ പാടില്ല, അതുപോലെ മുസ്ലിമായ കുട്ടിയെ വിൽക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിലേക്ക് എല്ലാ മതങ്ങളും എത്തിപ്പാക്കുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ ആയ അടിമ കാഫിറാണെങ്കിൽ പോലും മാലികി മദ്ഹബിൽ ആ ചെറിയ കാഫിറായ മനുഷ്യന് കാഫിറായ കുട്ടിയെ പോലും വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി ആ വിഷയത്തിന്റെ മുതാഅദ്ദിയുടെ നിബന്ധനകളുടെ വൽഹാസിൽ പോകാം. ഇടപാടുകാർ ഷാഫിഈ മദ്ഹബിൽ കാഴ്ചശേഷിയും തന്റെ ഇടവും ഉള്ളയാളാവണം, അഥവാ മുകല്ലഫും റഷീദും ആയിരിക്കണം. പ്രായപൂർത്തിയാവാത്ത കുട്ടി, ഭ്രാന്തൻ, ഉടമയുടെ സമ്മതമില്ലാത്ത അടിമ, മഹ്ജൂറും ബി സഫഹിൽ തുടങ്ങിയവരുടെ ഇടപാടുകൾക്ക് സാധുതയില്ല. തന്റെ വീഴ്ച കൂടാതെ ലഹരി പിടിച്ചവൻ മഹ്ജൂറിന് സമമാണ്. കുറ്റകരമാംവിധം ലഹരി പിടിച്ചവന്റെ ഇടപാടുകൾ സാധുവാണ്. ഹനഫി മദ്ഹബിൽ ഇടപാടുകാർ യോഗ്യരാവണം, അഥവാ ബുദ്ധിസ്ഥിരതയുള്ളവരായിരിക്കണം. പ്രായപൂർത്തി വേണമെന്നില്ല. ഭ്രാന്തൻ, പകരമില്ലാത്ത കുട്ടി, ഇവർ ഹനഫി മദ്ഹബ് പ്രകാരം യോഗ്യരല്ല. മാലികി മദ്ഹബിൽ ഇടപാട് ശരിയാവാൻ തമീസ് മതി, എന്നാൽ ലുസൂമാവാൻ ലാസിമാവാൻ തക്ലീഫ് വേണം. നിർബന്ധിക്കപ്പെടുന്നവന്റെയും മഹ്ജൂറിന്റെയും ഇടപാടുകളും ലാസിമാകുന്നില്ല, വലിയ സമ്മതത്തോടു കൂടെ ലാസിമാവുകയും ചെയ്യും. ഹംബലി മദ്ഹബ് പ്രകാരം ചെറിയ ഇടപാടുകളിൽ റഷീദാവണമെന്നില്ല, വലിയ സമ്മതത്തോടു കൂടെ വലിയ ഇടപാടുകളും മുമയ്യിസിനും സഫീഹിനും ആകാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ജോഡി ഷർത്താണ് അൽ മഅഖൂദ് അലൈഹി, അഥവാ മബീഉൻ സമൻ. മബീഉൻ സമനും ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള നിബന്ധനകൾ: വലിൽ മബീഇ യഅനിൽ മഅഖൂദ് അലൈഹി വലൗ സമന ശുറൂത്തുൻ ഹംസത്ത് വയസീദു ദിബവിയു ബിമാ യഅതി ഫീഹി. ദിബവിയായ വസ്തുക്കളാണെങ്കിൽ ഈ നിബന്ധനകൾ അധികമുണ്ട്, നമ്മൾ ചർച്ച ചെയ്ത് വരുന്നില്ല. 5 നിബന്ധനകൾ പറയുന്നുണ്ട്. അഹദുഹാ ത്വഹാറത്തു അലൈഹി, ആ അഴയിൽ ശുദ്ധമായിരിക്കണം. കച്ചവടം ചെയ്യപ്പെടുന്ന അഴയിൽ വസ്തു ത്വഹാറത്തുള്ള വസ്തുവായിരിക്കണം, നജസാവാൻ പാടില്ല. ഒന്നുകിൽ ബിൽഫിൽ ത്വഹാറത്ത് വേണം, അല്ലെങ്കിൽ ബില്ലിക്കാൻ ത്വഹാറത്ത് വേണം. ഒരു പേന അത്
ബൗലിൽ വീണു മുതനജിസായി അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലൊക്കെ അത് വിൽക്കപ്പെടാൻ സാധ്യമാണ്. കാരണം അത് അതിന്റെ തൊഹാറത്ത് മുമ്പിനാണ്. എന്നാൽ കള്ളിനെ ഈ ഇൻകാലിൽ പെടുത്തുന്നില്ല. കള്ള് സുർക്കയാക്കാം എന്ന് പറഞ്ഞിട്ട് മുൻകൂർ കച്ചവടം ചെയ്യൽ അത് അനുവദനീയമല്ല. നായയുടെ കച്ചവടം അനുവദനീയല്ല. അത് മുഅല്ലമായ ട്രെയിനിങ് കിട്ടിയ നായയാണെങ്കിൽ പോലും അതുപോലെ കള്ള് മുസ്കിറ. അപ്പോ കള്ളിൽ സുർക്കയാക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞിട്ടും ആ കച്ചവടം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് നശ്വരി പറയുന്നുണ്ട്. ശുദ്ധിയാക്കൽ സാധ്യമല്ലാത്ത മുതനജിസ് കൽ ഖല്ലി വൽ ലബനി ഫി അസ്ഹി, എണ്ണ അതുപോലെ ഖല്ല്, സുർക്ക, പാല് തുടങ്ങിയ വസ്തുക്കൾ മുതനജിസായി കഴിഞ്ഞാൽ നെക്സയിൽ വീണതിനെ ശുദ്ധിയാക്കൽ സാധ്യമല്ല. അപ്പൊ അത് പിന്നെ വിൽപ്പന പാടില്ല. അത് ഈ എണ്ണ കത്തിക്കാനാണെങ്കിൽ പോലും, എണ്ണ കത്തിക്കാൻ വേണ്ടിയുള്ള എണ്ണ ആണെങ്കിൽ പോലും വിൽപ്പന പാടില്ല മുതനജിസായി കഴിഞ്ഞാൽ. മഹ്താജ് 4:260-59 പേജുകൾ. ഇനി രണ്ടാമത്തെ നിബന്ധനയാണ് ഒന്ന് തൊഹാറത്ത്. രണ്ടാമത്തെ നിബന്ധനയാണ് ഷർഇൽ മുഅ്തബറായ ഉപകാരം വേണം. ലാ കുല്ലു സബുഇ, പിന്നെ അങ്ങനെ പോയിട്ട് വലാ ഹബ്ബത്തൈൽ ഹിൻതബി വ ആലത്തിൽ ലഹബി വ കുതുബി ഇൽമിൻ മുഹറം. ആ കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ ഉപകാരങ്ങളുണ്ട്. ആലത്തിൽ ലഹബ് കൊണ്ടൊക്കെ ഉപകാരമുണ്ട്. പക്ഷേ ഷർഇൽ മുഅ്തബറായ ഉപകാരമല്ല എന്നതുകൊണ്ട് അതും അനുവദനീയമല്ല. ഈ മബീഇനെ മുശ്തരിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമാവാം. നഷ്ടപ്പെട്ടുപോയ സാധനങ്ങൾ വിൽപ്പന സാധുവല്ല. ഒളിച്ചോടിപ്പോയ അടിമ, മൗസൂബ്, നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു പോയ സാധനങ്ങൾ, അതൊന്നും ഒരു ഇൻകാൻ കഴിവോടുകൂടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്ത വസ്തുക്കളാണ്. താമായ മിൽക്ക് വേണം. ലിമൻ ലഹുൽ അഖദു, ആർക്ക് വേണ്ടിയാണോ ഇടപാട് നടത്തുന്നത് അയാൾക്ക് ആ വസ്തുവിൽ സമ്പൂർണ്ണമായ മിൽക്ക് വേണം. അപ്പം തന്റെ മിൽക്കിൽ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ലാത്ത വസ്തുവിനെ കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല. അൽ ഖാമിസ് അൽ ഇൽമു ബിഹി ഐനൻ ഫിൽ മുഅയ്യനി ഔ ഖദ്അൻ ഔ സിഫതൻ ഫീമാ ഫി ദിമ്മ. മുഅയ്യനായ വസ്തുവാണെങ്കിൽ അത് മുഅയ്യനത്തായിട്ട് കണ്ണുകൊണ്ട് കാണാം, കണ്ട് അറിയണം. അല്ലെങ്കിൽ മാഫിദിമ്മത്താണെങ്കിൽ, സ്ഥലമ കച്ചവടമൊക്കെ ആണെങ്കിൽ നമ്മുടെ മുൻകൂർ പണം കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാധനം തയ്യാറാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിൽ അവിടെ സിഫത്താൽ അറിഞ്ഞാൽ മതി. അല്ലാത്ത ഫോണോ പേനൊക്കെ വിൽക്കുകയാണെങ്കിൽ അത് കണ്ണുകൊണ്ട് കാണണം. അൽ ഇൽമു ബിഹി ഐനൻ, അതാണ് അഞ്ചാമത്തെ നിബന്ധന. ഈ 5 നിബന്ധനകൾ മബീഇൽ ഷർത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തമലിൽ ഷർത്ത് പറയുന്നുണ്ട്. ഗായിബായ വസ്തുവിന്റെ കച്ചവടം, നമ്മുടെ കൺമുമ്പിൽ കാണാത്ത വസ്തുവിനെ കച്ചവടം ചെയ്യൽ ശാഫിഈ മദ്ഹബിൽ സ്വഹീഹല്ല. ബത്താനി രണ്ടാമത്തെ അഭിപ്രായം പറയുന്നുണ്ട്, യസിഹു വ യസ്ബുതുൽ ഖിയാറു ലിദ റുയതി. അത് ഹനഫി മദ്ഹബ് കൂടെയാണ്. ഈ രണ്ടാമത്തെ അഭിപ്രായം, ഗായിബായ വസ്തുവിന്റെ കച്ചവടം സ്വഹീഹാണ്. പക്ഷെ ആ വസ്തു നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ഖിയാറുണ്ട്. ഓൺലൈനായിട്ട് വാങ്ങുന്നൊക്കെ പോലെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട അവകാശമുണ്ട്. ഖിയാർ റുയത്ത് എന്ന് പറഞ്ഞു. അത് മുഅ്തമദ് പ്രകാരം ശാഫിഈ മദ്ഹബിൽ അങ്ങനെ ഖിയാറില്ല, ഹനഫി മദ്ഹബിൽ ഉണ്ടതാണ്. ബൽ അസ്ഹു അന്ന വസ്ഫഹു അൽ മുഅയ്യനി അല്ലദീ യുറാദു ബൈഉഹു ബിസിഫത്തി സലമി ലാ യഫി. നേരത്തെ പറഞ്ഞു സലമ കച്ചവടമാണെങ്കിൽ വസ്തുവിനെ കാണണമെന്നില്ല, അതിന്റെ വസ്തു പറഞ്ഞാൽ മതി. ആ നിലയ്ക്ക് സലമ കച്ചവടത്തിൽ മതിയാകുന്ന വസ്തു അറിഞ്ഞിട്ട് ഒരു മുഅയ്യനായ വസ്തുവിനെ ഇടപാട് നടത്തുകയാണെങ്കിൽ അതും മതിയാവില്ല. മുഅയ്യനായ വസ്തുക്കളാണെങ്കിൽ റുയത്ത് നിർബന്ധമായിട്ടും വേണം. എങ്ങനെയൊക്കെ വസ്തു പറഞ്ഞിട്ടും കാര്യമില്ല. സലമിൽ മതിയാകുന്ന വിധം വസ്തു പറഞ്ഞാൽ പോലും മതിയാവില്ല. ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി അന്ന കുല്ല അഖദിൻ ഉസ്തുരിതതു ഫീഹി റുയതു ലാ യസിഫു മിനൽ അഅ്മ. കാണിച്ച നിബന്ധനയാക്കപ്പെട്ട എല്ലാ ഇടപാടുകളിലും അന്തന്റെ ഇടപാട് സ്വഹീഹല്ല, അഴമയുടെ ഇടപാട് സ്വഹീഹല്ല. ഇക്കാരണം കൊണ്ട് തന്നെ, അഥവാ കാണിച്ച നിബന്ധനയുള്ള ഇടപാടുകളിലെ അഴമക്ക് ഇടപെടാൻ പറ്റാത്തതുള്ളൂ എന്നതുകൊണ്ട് തന്നെ എന്ത് ബോധ്യപ്പെട്ടു? അവൻ തമ്മ യസിഹു സലമുൽ അഴമ, അഴമയായിട്ടുള്ള അന്ധനായ ആളുടെ സലമ കച്ചവടം സ്വഹീഹാണ്. അന്ധനായ ആള് മാഫിദീമത്തായിട്ട് സലമ കച്ചവടം ചെയ്യുകയാണെങ്കിൽ, ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് സ്വഹീഹാകും. കാരണം അവിടെ റുയത്ത് ഷർത്തില്ല, റുയത്തുള്ള പ്രാപ്തിയില്ല. അൽ മദ്ഹബുൽ ഹനഫി. ഇത്രയും വിഷയങ്ങളിലുള്ള ഹനഫി മദ്ഹബ് പ്രകാരം
വശുരിത ലിസിഹതിഹി മഅരിഫത്തു ഖദ്രി മബീഇൻ വതമനി ഗൈരി മുശാരിൻ ഇലൈഹി ലാ മുശാരിൻ ഇലൈഹി. മബീഇന്റെ ഖദർ, അളവ്, തൂക്കം തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ നിബന്ധനയാണ്. മുശാരിലൈഹി അല്ലെങ്കിൽ മുശാരിലൈഹി ആണെങ്കിൽ നേരിട്ട് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എത്ര കിലോ ഉണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ചാക്കിൽ എന്ന് പറഞ്ഞാൽ മതി, എത്ര കിലോ ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മുഷാറാണ്, ഇഷാറത്ത് കൊണ്ട് ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ പിന്നെ ഖദർ പറയേണ്ട ആവശ്യമില്ല എന്ന് മുഖ്താർ. രണ്ടാമത് നിബന്ധന പറയുന്നത് അഹദുൽ ഇളൈനി അല്ലെങ്കിൽ രണ്ടും ഹറാമാക്കപ്പെട്ട വസ്തുവാകാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഷാഫി മദ്ഹബിൽ ത്വഹാറത്ത് നിബന്ധനയാണ്, എന്നാൽ ഹനഫി മദ്ഹബിൽ ത്വഹാറത്ത് നിബന്ധനയായിട്ട് പറയുന്നില്ല. പക്ഷെ അത് ഹറാമാക്കപ്പെട്ട വസ്തുവാകാൻ പാടില്ല. ബഹുവ ഫാസിദും, അങ്ങനെ ഹറാമാക്കപ്പെട്ട വസ്തുവാണെങ്കിൽ ആ ഇടപാട് ഫാസിദാണ്. കൽ മൈതതി വൽ ഖിൻസീരി വൽ ഖംറി, ഇതെല്ലാം നജസുകളാണ്. ഹനഫി മദ്ഹബിൽ ഖിൻസീർ നജസാണ്, ഖംറും നജസാണ്, മൈതത്തും നജസാണ്. അത് നജസായി എന്ന കാരണം കൊണ്ടല്ല, പിന്നെ അത് ഉപയോഗിക്കൽ ഹറാമാക്കപ്പെട്ട വസ്തുവാണ് എന്നതുകൊണ്ട് ആ ഇടപാട് ശരീഅല്ല. ഹിദായത്തുൽ മുഖ്തദി, ഹിദായയുടെ മതത്തിലാണ് 152-ാമത്തെ പേജ്. വകദാ ഫാസിദുൻ ഇദാ കാന ഗൈറ മംലൂക്, അതുപോലെ തന്നെ വകദാ ഫാസിദുൻ കച്ചവടം ഫാസിദാകും ഇദാ കാന ഗൈറ മംലൂകി കൽ ഫുഖി വൽ മുദബ്ബർ വഉമ്മൽ വലദ് വൽ മുഖാദർ. മിൽക്കും താമമാണെന്ന് ഷാഫിഈ തൊഴിലുണ്ടല്ലോ. ഈ കാര്യങ്ങളിലൊന്നുമില്ല, താമായിട്ടുള്ള മിൽക്ക് ഫുഖുൽ തീരെയില്ല. മുദബ്ബറായ തന്നെയാണെങ്കിൽ ഒരു ഭാഗികമായിട്ടുള്ള മിൽക്കല്ലേ ഉള്ളൂ. മുവലദ് മുഖാദറിലല്ല. അവരുടെ കച്ചവടവും ശരിയാവുന്നില്ല. വലാ യജൂസു ബൈഉ സമകി ഖബ്ല അൻ യുസ്താദ, ഈ പറയുന്നത് ഖുദ്റത്തു തസ്ദീഖ് വേണം, ആ നിബന്ധനയുണ്ട്. അതുകൊണ്ട് തന്നെ വലാ യജൂസു ബൈഉ സമകി ഖബ്ല അൻ യുസ്താദ, വേട്ടയാടപ്പെടുന്ന പിടിക്കപ്പെടുന്നതിന് മുമ്പ് മത്സ്യത്തെ വിൽപ്പന നടത്താം, അല്ലെങ്കിൽ ഓടുന്ന പക്ഷിയെ, പറക്കുന്ന പക്ഷിയെ വിൽപ്പന നടത്താം. വലാ ഫീ ഹദീറത്തിൻ ഇദാ കാന ലാ യുഖദു ഇല്ലാ ബിശ്വഇദിൻ വലാ ബൈഉ ത്വയ്രി ഫിൽ ഹവാ, ഈ കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. അതും ഹിദായത്തുൽ മുഖ്തദിയിൽ. അപ്പോ ഷാഫിഈ മദ്ഹബിൽ പറഞ്ഞ നിബന്ധനകളിൽ നിന്ന് 5 നിന്ന് ത്വഹാറത്തുൽ അയ്നി എന്നതല്ലാത്ത മറ്റെല്ലാ നിബന്ധനകളും ഹനഫി മദ്ഹബിൽ ബാധകം തന്നെയാണ്. പിന്നെ ത്വഹാറത്തുൽ അയ്നുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് ബഹാറ ശരീഅത്തിൽ നിന്ന് മൗലാന അംജദ് അലി ആസമിയുടെ കിതാബാണ്, അതിനുള്ള ഭാഗത്താണ് इंसान के पाखाना का बैठ करना ममनू है, गोबर का बेचना ममनू नहीं. മനുഷ്യന്റെ വിസർജ്യങ്ങൾ കച്ചവടം ചെയ്യൽ അത് മംനൂആണ്. അതിന് കാരണം പറയുന്നത് നജാസത്ത് ഗലീദാണെന്ന്. അപ്പൊ നജാസത്തിന് ഒരു തഫ്സീൽ വേണ്ടി ഗലീദായ നജാസത്ത് പാടില്ല എന്നും ഖഫീഫായ നജാസത്ത് പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഗോബർക്ക ബേചന എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചാണകം കച്ചവടം ചെയ്യൽ, പശുവിന്റെ ആടിന്റെ ഒക്കെ ചാണകം കച്ചവടം ചെയ്യൽ അത് അനുവദനീയാണ് എന്ന് പറയുന്നത്. അൽ മദ്ഹബുൽ മാലികി, മാലിക്കി മദ്ഹബിലെ ഈ മഅഖൂദ് അലൈഹിയുടെ നിബന്ധനകൾ വശർത്തുൽ മഅഖൂദി അലൈഹി ത്വഹാറത്ത് നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ ഫലാ യജൂസുൻ നജസു, നജസായ വസ്തുക്കളുടെ കച്ചവടം അനുവദനീയമല്ല. ഐ സവാഉൻ കാനത് ദാതിയതൻ കസ്സബലി വദ്ദമി വൽ മൈതതി ഔ കദാതിയതി കസ്സൈതി വസ്സിന്നി വൽ അസലി, അത് ഐൻ നജസാവട്ടെ മുതനജിസാവട്ടെ, ശുദ്ധിയാക്കൽ സാധ്യമല്ലാത്ത മുതനജിസാവട്ടെ, ഒരു നജസും കച്ചവടം ചെയ്യൽ സാധ്യമല്ല. അവിടെ കസ്സബലി എന്ന് പറയുന്നുണ്ട്. കസ്സബലി എന്ന് പറഞ്ഞാൽ ചാണകം എന്നാണ്. പക്ഷെ മാലിക്കി മദ്ഹബിൽ മഅ്കൂലാത്തിന്റെ മാംസഭക്ഷ്യയോഗ്യമായ ജീവികളുടെ ചാണകം നജസല്ല, പശു ആടൊക്കെ പോലത്തത്. അവിടെ നിബന്ധന പറയുന്നുണ്ട്, അവിടെ ഈ ജീവികൾ നജസ് വ്യാപകമായിട്ട് തിന്നുന്ന പതിവില്ലാതിരിക്കണം, എങ്കിൽ നജസല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ സബല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബല് മാലായുക്കളുമാണ്. തിന്നപ്പെടാത്ത വസ്തുക്കളുടെ നായയുടെ അല്ലെങ്കിൽ തിന്നപ്പെടാൻ പറ്റാത്ത വസ്തുക്കളുടെ ചാണകമാണെങ്കിലാണ് പറ്റാത്തത്. തിന്നപ്പെടുന്ന വസ്തുക്കളുടെ ചാണകമാണെങ്കിൽ അത് ത്വഹാറത്ത് ഉണ്ടെന്നാണ്. അതുപോലെ സമന്, അസല്, തേന്, എണ്ണ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതെല്ലാം മുതനജിസായി കഴിഞ്ഞാൽ ത്വഹാറത്ത് സാധ്യമല്ലാത്തതാണ്. അദ്ദുറർ ഫീ ശറഇൽ മുഖ്തസറിന്റെ ഭാഗത്താണ് 198-ാമത്തെ പേജ്. പിന്നെ മറ്റൊരു നിബന്ധനയാണ് വന്തിപ്പാട്, ഉപകാരമുള്ളതായിരിക്കണം. പിന്നെ മുഹറമാവാൻ പാടില്ല. അറുമുനഹി, ഈ അറുമുനഹിയും ഷർത്താണ്. കച്ചവടത്തിന്റെ നിബന്ധനയായിട്ടുണ്ടെന്നുണ്ട്. ആ വസ്തു എന്താൻ പാടില്ല, ഹറാമാക്കപ്പെട്ട വസ്തു ആവാൻ പാടില്ല. നമ്മുടെ ഷാഫിഈ മദ്ഹബിൽ അത് നിബന്ധനയായിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ അത് നിബന്ധനയാണ്.
പല വസ്തുക്കളും മൻഹിയായ ഇടപാട് കച്ചവടം മൻഹിയായ വസ്തുക്കളുണ്ട്. അൽ മൻഹിയാത്തു മിനൽ ബുയൂർ എന്ന് പറഞ്ഞിട്ട് അസ്ബിൽ ഫഹരി, അതുപോലെ നതാജ് ഹബലുൽ ഹബലത്ത്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, വലാഖ് തുടങ്ങിയ വസ്തുക്കൾ അതെല്ലാം മൻഹിയാത്താണ് അല്ലെങ്കിൽ മുഹറമാണ്. ആ മുഹറമായ വസ്തുക്കളുടെ കച്ചവടവും സ്വഹീഹല്ലാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിബന്ധനയായിട്ട് തന്നെ ഇവിടെ മാലിക് മദ്ഹബിൽ പറയുന്നുണ്ട്. ലാക കൽബി, മാലിക് മദ്ഹബിൽ നായ നജസല്ല, പക്ഷെ അത് കച്ചവടം ചെയ്യപ്പെടാൻ പാടില്ല. കാരണം എന്താ? ലാക കൽബി സ്വൈദിൻ ഫീഹി ഖംസത്തു അഖ്വാൽ വൽ മശ്ഹൂറു മിൻഹാ അൽ മൻഉ മുത്ലഖ. നായയുടെ നിരക്കും മഴലവത്താവട്ടെ സ്വൈദിന് വേണ്ടിയാവട്ടെ കച്ചവടം ചെയ്യപ്പെടാൻ പാടില്ല. കാരണം അത് നെയ്യുണ്ട്, നജസല്ലെങ്കിലും അത് മൻഹിയാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തമനിൽ കൽബി എന്ന് പറയുന്ന ഹദീസിന് വേണ്ടി. വ ഖുദ്റത്തുൻ അലൈഹി ലാക ആബിഖിൻ ലാക ആബിഖിൻ വ മൗസൂബിൻ ഇല്ലാ മിൻ റാസിബി. ഖുദ്റത്തു തസ്ലീം വേണം, അതിലും ഖിലാഫില്ല. വ അദമ ഹർമത്തിൻ വ ഹുവ അല്ലാ യകൂന മുഹറമൻ കൽ ഖിൻസീർ. അപ്പോ മറ്റൊരു നിബന്ധനയാണ് ഹറാമാവാത്ത വസ്തുക്കളായിരിക്കണം, ഉപയോഗം ഹറാമാവാത്ത വസ്തുക്കളാവണം. അപ്പോ പന്നി പോലുള്ളത് ആ നിബന്ധനയോട് പുറത്തുപോയി. കാരണം പന്നിയെ ഉപയോഗിക്കൽ വളർത്തലൊന്നും അനുവദനീയമല്ല, ഭക്ഷ്യയോഗ്യവുമല്ല. നജസല്ലെങ്കിലും മാലിക്കുമതനുസരിച്ച് പന്നി നജസല്ലെങ്കിലും അത് മുഹറമാണ് എന്ന കാരണം കൊണ്ട് പന്നിയുടെ ഇടപാടും പാടില്ല. ആ പന്നിയുടെ ഇടപാട് ഒരു മദ്ഹബും അംഗീകരിക്കുന്നില്ല. നായ നേരത്തെ പറഞ്ഞു, നായയുടെ ഹാഫി മദ്ഹബ് അനുസരിച്ച് നായയുടെ കച്ചവടം അനുവദിക്കപ്പെടും. അത് മഴയുമായിരിക്കണം, അബിയോടും സമയം മഴയുമായിരിക്കണം. അപ്പോ പ്രധാനപ്പെട്ട 5 നിബന്ധനകളിൽ നിന്ന് ത്വഹാറത്ത് എന്ന വിഷയത്തിൽ മാത്രമേ, ആ ഒന്നാമത്തെ നിബന്ധനകളിൽ മാത്രമേ ഷാഫി മദ്ഹബിനോട് മറ്റു മദ്ഹബുകൾ ഇഖ്തിലാഫുള്ളൂ. അൽ മദ്ഹബുൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ആ സാലിഹ് മൂന്നാമത്തെ കച്ചവടത്തിന്റെ മൂന്നാമത്തെ നിബന്ധനയായിട്ട് എണ്ണുന്നത് വഹ്നുൽ മബിയഇ മാലൻ, മബിയുടെ മാലായിരിക്കണം. എന്താണ് മാല്? നിരുപാധികം അത് ഉപയോഗിക്കാൻ പറ്റണം, എല്ലാ നേരവും ഉപയോഗിക്കാൻ പറ്റണം. ആവശ്യമില്ലാതെ തന്നെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാനും സാധ്യമാവണം. അപ്പൊ പന്നിയൊന്നും അങ്ങനെ ഉപയോഗവും അനുവദനീയല്ല, യുക്തിനാവും അനുവദനീയല്ല. അപ്പൊ അത് മാലല്ല, ശർഈയായിട്ട് മാലല്ല. മാലില്ലാത്ത വസ്തുക്കൾ കച്ചവടം ചെയ്യാൻ പാടില്ല. നായയുടെ കച്ചവടവും അനുവദനീയല്ല, ബാക്കിയുള്ള ഹഷറാത്തുകളും. നജസായ ചാണകം, ഔ മുതനജിസ് അല്ലെങ്കിൽ മുതനജിസായ ചാണകം. നജസുമായിട്ടുള്ള എണ്ണ, ഈ കാര്യങ്ങളൊന്നും ഹംബലി മദ്ഹബിലും അനുവദനീയല്ല. അപ്പൊ ഹംബലി മദ്ഹബിലും ത്വഹാറത്ത് എന്ന നിബന്ധനയുണ്ട്. ഷാഫി മദ്ഹബ് പോലെ തന്നെ മബിയുടെ ത്വഹാറത്ത് പരിഗണിക്കുന്നുണ്ട് ഹംബലിയിൽ. ബാക്കി എല്ലാ നിബന്ധനകളും ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ്. മമ്ലൂക്കായിരിക്കണം മബിയഴുകൾ, അതുപോലെ ഖുദ്റത്തു നില തസ്ലീം ഉണ്ടായിരിക്കണം. മഴലിപ്പത്തിൽ മബിയുടെ ഉയത്ത് അല്ലെങ്കിൽ ഔ വളതി ഉയത്ത് കൊണ്ട് വേണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ തൊട്ടിട്ടോ, അല്ലെങ്കിൽ സലമ കച്ചവടം അനുവദനീയമാവുന്ന വസ്തുക്കളാണെങ്കിൽ അതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടും കച്ചവടം ആവാം. അപ്പോ ഉയർത്ത നിബന്ധനയാണ് എന്ന ഷർത്തും ഷാഫി മദ്ഹബിൽ മാത്രമേ ഉള്ളൂ, മറ്റു 3 മദ്ഹബുകളിലും ഇല്ല. ഉയർത്ത് ഷർത്താണ് എന്ന നിബന്ധനയില്ല. അപ്പോ മധൂപ്പ് പോലത്തെ വസ്തുക്കൾ, ടേസ്റ്റ് നോക്കുന്ന വസ്തുക്കളാണെങ്കിൽ ആഴ്മക്ക് അന്ധന്മാർക്കും കച്ചവടം ചെയ്യാം. അതും ഷാഫി മദ്ഹബിൽ മാത്രമേ അന്ധന്മാർക്ക് നിരുപാധികം പാടില്ല എന്ന് പറയുന്നുള്ളൂ. അതിന്റെ പരിഭാഷയിൽ കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ വില ഷാഫി മദ്ഹബ് പ്രകാരം ശുദ്ധമായതാവണം, നജസ് പാടില്ല. 2 ഷർത്തിൽ പരിഗണനീയമായ ഉപകാരമുള്ളതാവണം. 3 ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമാവണം. 4 വസ്തുവിൽ ഇടപാടുകാരന് സമ്പൂർണമായ വ്യവസ്ഥത വേണം. 5 വസ്തുവിനെ സംബന്ധിച്ച അറിവ് ഉണ്ടായിരിക്കണം. ഹനഫി മദ്ഹബിൽ കച്ചവട വസ്തു ഉപയോഗം ഹറാമാകപ്പെട്ട വസ്തു ആവാൻ പാടില്ല. ശവം, പന്നി, മദ്യം തുടങ്ങിയ വസ്തുക്കൾ ആ ഗണത്തിൽപ്പെടും. ഉപയോഗം ഹറാമാക്കപ്പെട്ട വസ്തു ആവാൻ പാടില്ല. നജസാവരുത് എന്ന നിബന്ധനയില്ല, പക്ഷെ വലിയ നജസ് പാടില്ല എന്ന് പറയുന്നുണ്ട്. ചാണകം പോലുള്ളത് ഹഫീഫായ നജസായ ആയതിനാൽ ആണെങ്കിൽ കച്ചവടം ആവാം.
മദ്ഹബിൽ ത്വഹാറത്ത് നിബന്ധനയാണ്. എന്നാൽ നായ നിരുപാധികം പാടില്ല. നായ ത്വഹീറാണെങ്കിലും, കാരണം അത് മൻഹിയാണ്, അതിന്റെ വില മൻഹിയാണ്. ഹംബലി മദ്ഹബിൽ വസ്തു മാലായിരിക്കണം, ഉപയോഗം ഹലാലാവുകയും അനിവാര്യമല്ലാതെ തന്നെ സൂക്ഷിക്കൽ അനുവദനീയമാകുന്ന വസ്തുക്കളാണ് മാൽ. നായ, പന്നി, ഇതര ജന്തുക്കൾ, മറ്റു നജസ്സുകൾ ഈ നിബന്ധനയായി കച്ചവടം പാടില്ല. അപ്പൊ മാലാവുക എന്ന നിബന്ധന നജാസത്തിനോടും എതിരാകുന്നുണ്ട്. നജസിനെ പറ്റിയിട്ട് മാല് എന്ന് പറയാൻ സാധിക്കുന്നില്ല ഹംബലി അനുസരിച്ച്. നമ്മുടെ വിഷയത്തിന്റെ മറ്റൊരു ഭാഗമായിരുന്നു ഇജാറത്ത്, കച്ചവടം പോലെ തന്നെ വാടക. അപ്പോ ബൈഅിനെ പോലെ തന്നെയാണ് ഇജാറത്തിന്റെ മിക്ക മസ്അലകളും ഖിലാഫുകളൊക്കെ ഉള്ളത്. ശർത്തുഹൽ ആഖിദാനി വസിഗതു വൽ ഉജ്റത്തു വൽ ജംഉ. ശർത്തുഹുമാ അൽ ആഖിദാനി കബാഇൻ വമുശ്തരി വമുശ്തരി. ആഖിദാനിയുടെ നിബന്ധന ബാഇ മുശ്തരിയുടെ നിബന്ധനകൾ പോലെ തന്നെയാണ്. വസീഗതു യഅതി ഫീഹാ മിനൽ ഇഖ്തിലാഫി മാ ഫിൽ ബൈഇ. ബൈഇലുള്ള ഇഖ്തിലാഫുകളെല്ലാം ഈജാബ് ഖബൂലിന്റെ വിഷയങ്ങളിൽ വരും. ഇനായത്ത് മതി എന്നും മറ്റു 3 മദ്ഹബുകളിൽ മുഅത്താത്ത് മതി, വാക്കാൽ വേണം എന്നില്ല എന്നുള്ള ഇഖ്തിലാഫുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. വഹിയ നൗആനി ഇജാറത്തുൻ ഫിൽ അയ്നുണ്ട്, ഇജാറത്തുൻ ഫിൽ ദിമ്മത്തുണ്ട്. ഒരു അയ്നിനെ നേരിട്ട് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന പണി ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് അയ്നിൽ ഏത് മൃഗമാണ് ഏത് വണ്ടിയാണെന്ന് പറയാതെ ഇവിടുന്ന് അഹമ്മദാബാദ് എത്തിക്കാന്ന് പറയാം. അതൊക്കെ ഇജാറത്തു ദിമ്മത്താണ്. ഇജാറത്തു ദിമ്മത്താണെങ്കിൽ പണം മുൻകൂറായി നൽകണം. വൈഷ്തറത്തു ഫി താനി, ഇജാറത്തും ഫി ദിമ്മത്തിൽ നിബന്ധനയാണ്. അൽ ഉജ്റത്തു ഫി മഹല്ലിൽ അഖദി, അഖദ് നടക്കുന്നിടത്ത് വെച്ചിട്ട് തന്നെ അതിന്റെ പണം മുൻകൂറായി കൊടുക്കേണ്ടി വരും. സ്ഥലം കച്ചവടത്തോടാണ് അതിനെ തുലനപ്പെടുത്തുന്നത്. സ്ഥലം കച്ചവടമാണെങ്കിൽ മുൻകൂർ കാശ് കൊടുക്കണമല്ലോ. وأما في إجارة العين فلا يشترط تعجيل الأجرة بل إذا أطلق وجب التعجيل. മുൻകൂട്ടി പറയാൻ എപ്പോഴാണ് പണം കൊടുക്കുന്നതെന്ന് മുൻകൂട്ടി പറയുന്നില്ലെങ്കിൽ മുൻകൂട്ടി തന്നെ പണം കൊടുക്കേണ്ടി വരും. വൈഷ്തറത്തു ഖൗലിൽ ഉജ്റത്തി മഅലൂമതൻ വലാ യസിഹു ഇജാറത്തു ദാരിൻ ബിൽ ഇമാറത്തി ലഹാ വലാ ദാബത്തിൻ ബിൽ അലഫി. നമ്മൾ വീട് വാടക കൊടുക്കുമ്പോൾ വീടിന്റെ കറണ്ട് ബിൽ അടച്ചാൽ മതി, അല്ലെങ്കിൽ വീട് അടിച്ചു വാരിക്കോളാം, വീട് പെയിന്റ് അടിച്ചോളാം എന്നൊക്കെ വീടിന്റെ ഇമാറത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് കൂലിയായിട്ട് പറയുന്നതെങ്കിൽ അത് ശാഫി മദ്ഹബ് പ്രകാരം ശരിയാവുക. ഇക്കത്തിൽ ബൈബിളിൽ പറയുന്ന നിബന്ധനകളെല്ലാം ആ ഖിലാഫുകളെല്ലാം മിക്കവാറും ഇജാറത്തിലും വരുന്നുണ്ട്.